8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നി ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. കാരണം രാജാവിന്റെ പ്രമാണത്തിന് എതിരായി രാജാവിന്റെ പ്രമാണം നിന്നാലും രാജാവിന്റെ പ്രമാണം അനുസരിക്കത്തില്ല, രാജാവിന്റെ പ്രമാണം ലംഘിക്കത്തില്ല. ഹല്ലേലൂയ. അതിനുവേണ്ടി മരിക്കാൻ പോലും ഒരു സമൂഹം റെഡിയായിട്ട് നിൽക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ ദൈവമക്കളെ, ദൈവം കയ്യും കെട്ടിയിരിക്കുവോ? ദൈവം കയ്യും കെട്ടിയിരിക്കത്തില്ലെന്നേ. സ്തോത്രം. ഇത് നല്ല നിശ്ചയമുള്ളത് കൊണ്ടാണ് 3-ാം അധ്യായത്തിന്റെ തന്നെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് അവന് പുച്ഛ കാര്യമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നതെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്തോത്രം. മൊർദെഖായി ആരാണെന്നുള്ളത് മറച്ചു വെച്ചൊന്നുമില്ല. മൊർദെഖായി ആരാണെന്നുള്ളത് മൊർദെഖായി അത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു പെന്തിക്കോസ്തുകാരനാണെന്ന്, സത്യദൈവത്തെ ആരാധിക്കുന്നവനാണെന്ന് ബോൾഡായിട്ട് പറയാൻ സ്തോത്രം എത്ര പേർക്ക് കഴിയും? ഈ പുസ്തകമൊന്ന് പരസ്യമായി സ്തോത്രം ബസ്സിലും യാത്ര ചെയ്യുമ്പോൾ വഴി കൂടെ പിടിച്ചുകൊണ്ട് നടക്കാൻ ലജ്ജയില്ലാതെ എത്ര പേർക്ക് കഴിയും? അല്ലെങ്കിൽ മൊർദെഖായി പറഞ്ഞിരുന്നു, ഞാൻ പറയട്ടെ, നീ അതുപോലെ നിന്നാൽ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, ശത്രുവിനെ കൊണ്ടും പറയിപ്പിക്കും നിന്നെ ജയിക്കാൻ പറ്റത്തില്ലെന്ന്. ഹല്ലേലൂയ. ഹാമാന്റെ ഭാര്യ സേറസ് തന്നെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവൻ സാക്ഷാൽ യഹൂദനാണെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. സാക്ഷാൽ നീ പെന്തിക്കോസ്തുകാരനാണെങ്കിൽ നിന്നെ ജയിക്കാൻ പറ്റത്തില്ല. കാരണം നിന്റേതല്ല, നിന്നെ വിളിച്ച ദൈവമാ. അവൻ ജയിച്ച ദൈവമാ, അവൻ തോറ്റ ദൈവമല്ല. ഇതുപോലെ ജയോത്സവമായി നടത്തുന്ന ഒരു മാർഗം വേറെ ഏതുണ്ട്? ക്രിസ്തുയേശുവിൽ നമ്മെ ജയോത്സവമായി എല്ലായിടത്തും എല്ലായ്പ്പോഴും നടത്തുന്ന ദൈവത്തിന് കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ.